ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ സ്റ്റേജിൽ സംഭവിച്ച കുറച്ച് ഫൺ മൊമെൻറ്റ്സ്, അതായത് ജഡ്ജസ് വെറുതെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് പണി മേടിച്ച് കൂട്ടുക. പ്രത്യേകിച്ച് പറഞ്ഞ അഖിൽ മാരാരും രഞ്ജിനി ഹരിദാസിനും കിട്ടിയ 8ൻ്റെ പണിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരാവശ്യമില്ലാതെ വെറുതെ ചൊറിഞ്ഞ് കിട്ടിയ പണിയാണെന്ന് ആലോചിക്കണം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. എൽദോ ഒരു പൊളിറ്റീഷ്യനാണ്. ഇലക്ഷന് മത്സരിച്ചാണ്, MLA ആകാൻ വേണ്ടി മത്സരിച്ചു, എന്നിട്ട് തോറ്റു. എൽദോയ്ക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ എൽദോ സംസാരിക്കുന്നത് ഒരു പൊളിറ്റീഷ്യനെ പോലെയൊക്കെയാണ്. ഇതിനുണ്ടായിട്ടുള്ള സംഭവം ആദ്യം ഞാൻ പറയാം. എൽദോയ്ക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടുന്നു. അതിനൊരു പ്രത്യേക കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ അഖിൽ മാരാർ പറയുകയാണ്, നീ സ്റ്റേജിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. മെയിനായിട്ടും എതിരാളികളുടെ അയോഗ്യതയെക്കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. എൽദോ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. എൽദോയ്ക്ക് കിട്ടിയ സമയം ആരെയും ഇകഴ്ത്തി കാണിക്കാനായിട്ട് എടുക്കുന്നില്ല എൽദോ. ആ സമയത്ത് അഖിൽ മാരാർ പറയുന്നുണ്ട്, നീ നിനക്ക് കിട്ടിയ ചാൻസ് വെറുതെ നശിപ്പിച്ചു. നിന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിന്റെ സഹമത്സരാർത്ഥികളെ കുറച്ച് ഇകഴ്ത്തി കാണിക്കാനായിട്ടാണ്. അവരിൽ നിന്ന് നീ എന്തുകൊണ്ടാണ് ബെറ്റർ, അല്ലെങ്കിൽ അവരുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കാനാണ് ഞാൻ ചോദിച്ചത്, ആവശ്യപ്പെട്ടത്. പക്ഷെ നീ ചെയ്തതെന്താ? പകരം എൽദോ വേറെ കുറേ കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. ഈ സമയത്ത് അഖിൽ മാരാർ പറയുന്നുണ്ട്, കുറച്ച് മസിലൊക്കെ പിടിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മുഖം മൂടി വെച്ചുകൊണ്ടുള്ള ഒരു ടോക്ക് പോലെയാണ്. അഖിൽ മാരാർ എൽദോനെ മോക്ക് ചെയ്തിട്ട് നല്ലോണം ഏറൊക്കെ പിടിച്ച് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും എന്ന് പറയുന്നുണ്ട്. അതിനപ്പോൾ തന്നെ സ്പോട്ടിൽ എൽദോ മറുപടി കൊടുക്കുന്നുണ്ട്. എൽദോ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തോറ്റ MLA മാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് അഖിൽ മാരാർക്ക് ശരിക്ക് കൊണ്ടു. അതിനിടയ്ക്ക് രഞ്ജിനി പക്ഷെ വിടാതെ എൽദോയുടെ പുറകെ കൂടുന്നുണ്ട്. രഞ്ജിനി പറയുന്നുണ്ട്, ഞങ്ങളോടൊക്കെ എന്തിനാണ് ഇങ്ങനെ ഏറ് പിടിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ അതിന് എൽദോ പറയുന്ന മറുപടി, ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളുകളോട് ഞാൻ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ, എന്നെങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? അതിനപ്പോൾ തന്നെ സ്പോട്ടിൽ എൽദോ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് രഞ്ജിനി, നല്ല സുഖമല്ലേ എന്നുള്ള രീതിയിൽ. അതായത് ഒരു ജഡ്ജസിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഒന്നുമില്ലാതെ എടാ പോടാ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ എൽദോ അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ രഞ്ജിനിയും പെട്ടെന്ന് ചിരിയടക്കാനായിട്ട് പാടുപെടുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിലാണ് മറുപടിയെല്ലാം വന്നത്. അത് ജഡ്ജസ് ഒട്ടും പ്രതീക്ഷിച്ചുമില്ല. ഇവരെല്ലാവരും ഓരോ നിമിഷവും എലിമിനേഷൻ ഭീതിയിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ കുറച്ച് റെസ്പെക്റ്റോട് കൂടിയിട്ട് കുറച്ച് ഒതുങ്ങിക്കൂടി സംസാരിക്കുമെന്നാണ് അവരെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു, അസ്ഥാനത്തായിരുന്നു എൽദോയുടെ മറുപടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.